ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴം കൊണ്ടൊരു അലുവയാണ് കേട്ടോ. അതിനാവശ്യമായിട്ടുള്ള പഴമാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത്. നല്ല ഫൈനായിട്ട് പഴം നമ്മൾ അരച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിന് തേങ്ങാപ്പാലിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല രീതിയിൽ കുറച്ച് തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ ഇതിന് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. നമ്മൾ അടുപ്പത്ത് ശർക്കര പാനിയാക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനായിട്ടുള്ള ഐറ്റംസൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കൊരു ഉരുളി ചൂടാക്കാം. അതിനകത്തോട്ട് നെയ്യ് നമുക്ക് കുറച്ച് ഒഴിക്കാം കേട്ടോ. നെയ്യ് ഒഴിച്ചതിന് ശേഷം പഴം അരച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ കൈവിടാതെ ഒത്തിരി നേരം ഇളക്കണം. ഇളക്കുന്നതിലാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റും കാര്യങ്ങളുമൊക്കെ. നന്നായിട്ട് ഇളക്കണം. നമ്മളെ പാത്രത്തിന് അടി പിടിക്കാതെ കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം കുറച്ച് ശർക്കര പാനിയും കൂടി ഒഴിക്കുകയാണ്. നന്നായിട്ട് ഇളക്കുക. കൈവിടാതെ ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിക്കുന്നത്. ശകലം ബാക്കി നമുക്ക് ബാലൻസ് പുറകെ നമ്മൾ ഒഴിച്ച് വരുന്നുണ്ട്. അങ്ങനെ തേങ്ങാപ്പാലൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം ഏകദേശം ഈ ഒരു രീതി വരും. അതിനുശേഷം നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യുന്നത് പഞ്ചസാര ഏലക്കയും കൂടി പൊടിച്ചതാണ് കേട്ടോ. കുറച്ചൊരു മധുരത്തിനും ഒരു ഫ്ലേവറിനും വേണ്ടിയിട്ട് നമ്മൾ ഏലക്കയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. പയ്യെ അതിൻ്റെ ടെക്സ്ചറൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ബാലൻസ് വന്ന തേങ്ങാപ്പാലൂടി ഒഴിക്കുക. അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് കുറച്ച് കാഷ്നട്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞങ്ങൾ പാത്രം ഒന്ന് മാറ്റി കേട്ടോ. അതിനകത്ത് ശരിയാവുന്നില്ലായിരുന്നു ഉണ്ടാക്കിയിട്ട്. അങ്ങനെ ഏകദേശം നമുക്ക് അതിനകത്തുനിന്ന് വിട്ട് കിട്ടുന്ന ഈ ഒരു പാകം ആകുമ്പോഴത്തേനും നമ്മളൊരു പ്ലേറ്റിനകത്ത് കുറച്ച് നെയ്യൂടെ പുരട്ടിയതിന് ശേഷം അതിലോട്ട് നമ്മൾ ഇത് ഇടുവാണ്. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മളൊരു പാത്രം എടുത്ത് അതിനകത്ത് ഫുള്ള് നമ്മളതൊന്ന് സെറ്റ് ചെയ്ത് എല്ലാ പാത്രത്തിൽ മുഴുവനായിട്ടൊന്നാക്കി വെക്കുക. ഫ്രിഡ്ജിലോട്ടോ അല്ലെങ്കിൽ അല്ലാതെ നമ്മുടെ പുറത്തായാലും വെക്കാം. നമ്മൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മളുടെ അലുവയൊക്കെ സെറ്റായി വന്നിരിക്കുകയാണ്. ഇത് ശരിക്കും സെറ്റായി ഇല്ലായിരുന്നു. അതിന് മുമ്പ് ഞങ്ങൾ എടുത്തു. അതിനുശേഷം അത് ഇച്ചിരി ആവേണ്ടത് കൊണ്ട് ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല രുചിയുണ്ടായിരുന്നു. നമ്മൾ വീട്ടിലൂടെ ഉണ്ടാക്കുന്നതല്ലേ, അതുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ ഫ്രിഡ്ജ് വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ. ഫ്രിഡ്ജ് വെച്ചിട്ട് എടുത്തപ്പോൾ ഈ ഒരു കറക്റ്റ് അളവിൽ നമുക്ക് ഒരു ടെക്സ്ചർ കറക്റ്റ് നമുക്ക് കിട്ടി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.